വെൽക്കം ടു IFC ഫുൾ പറ. ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. പുള്ളി അതിലും പറയത്തില്ല, പുള്ളിക്കാരൻ അൾട്ടിമേറ്റ് ഇൻട്രോവേർട്ടാണ്. അതെ അതെ, ഇദ്ദേഹമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അൾട്ടിമേറ്റ് ഇൻട്രോവേർട്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ബസൂക്കയുടെ ടീസർ റിയാക്ഷനിലേക്ക് പോകാം. അത് നമുക്ക് ടീസർ കണ്ടു നോക്കാം. ബെഞ്ചമിൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാൻ? നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങൾ സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സാർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good and bad. So then who are you? Ika. Hey buddy, get ready for the game. It's Tuxedo time. അപ്പൊ പണിയാണ്. 8-2-16 ഈ കഥയിൽ ഇതിൻ്റെ റോൾ ഇത് പുള്ളിയുടെ പേഴ്സണൽ ഡയലോഗാണ്. ബസൂക്ക ടീസറല്ലേ? ടീസറാണ്. കൊള്ളാം. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര രസമായിട്ടുണ്ട് അല്ലേ? അതെ, ഓരോ പടം കഴിയുമ്പോഴും നമ്മുടെ മലയാളത്തിലെ അതെ അതെ, ക്യാമറ വർക്ക് നിമിഷ് രവി, ക്യാമറ വർക്ക് ചില ആംഗിൾസും സാധനങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ഒരു അതെ അതെ പുള്ളി എസ്പെഷ്യലി ഗ്രേഡിങ്ങിൽ പുള്ളി സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പിന്നെ പിന്നെ കുറിപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര എസ്റ്റാബ്ലിഷിങ് ഷോട്ടുകളും ഭയങ്കര വൈറ്റ്സ്, ഭയങ്കര രസമുള്ള ക്യാമറ വർക്ക് ഭയങ്കര രസം. പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട്. അത് മിഥുൻ മുകുന്ദനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമുക്കിടെ ലുക്ക് കൊള്ളാം. ആ ഈ സംഭവം ഈ ടൈപ്പ് ലുക്കിൽ ഇതിനോട് വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ അധികം ഫൈറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല. പോനിറ്റയിൽ കെട്ടിയതിന് മുമ്പ് ഭീഷ്മറും അല്ല ഇത് ശ്രദ്ധിച്ചു നോക്കി. ഇതിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ഫൈറ്റ് സീക്വൻസ് അധികം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സാധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ ടീസറൊക്കെ കാണിക്കുമ്പം ഈ ടീസറിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കൂടുതൽ കിട്ടാൻ അത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്തത്. ഇവിടെ കാണിച്ച ചെറിയ സീൻ മാത്രമേ കാണിച്ചുള്ളൂ. അതെ അതെ, എനിക്ക് കുറവാണെന്ന് തോന്നുന്നു പടത്തിൽ. അല്ല ഈ പടത്തിനെ പറ്റി പറഞ്ഞത് ഇതൊരു എന്തൊരു ഗെയിം ത്രില്ലർ അങ്ങനെ. ഇപ്പോൾ ഡീനോ ഡെന്നീസ് പടം ലീഡല്ല, പടം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ഗൗതമേനും പിന്നെ മമ്മൂട്ടി മെയിൻ റോളായിട്ട് ഇടയ്ക്ക് വരുന്നത്. മമ്മൂക്കയാണ് മെയിൻ ഹീറോ, മെയിൻ ഹീറോ എനിക്ക് മനസ്സിലായി. തിയേറ്ററിൽ കാണാം, അപ്പം അറിയാം എന്താവുന്നു. പിന്നെ ഇത് മമ്മൂട്ടി കമ്പനി അല്ല പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പടമാണ് ഈ പുള്ളി കഥ പറയാൻ. നമുക്ക് പറഞ്ഞല്ലേ ഈ പുള്ളി കഥ പറയാൻ ചെന്നിട്ട് ആര് ഡയറക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് നീ തന്നെ ഡയറക്റ്റ് എന്ന് ഇക്ക പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്തിലാണ് ഈ പടം. അപ്പോൾ എന്നിട്ട് നമുക്ക് പറയുന്നുണ്ട് ഇനി വരുമ്പോൾ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്സാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. വന്ന പ്രൊമോഷൻ മെറ്റീരിയൽ എല്ലാം സ്റ്റൈലിഷ് ലൈനാണ്. അതായത് ഇങ്ങനെ എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്നത് സ്റ്റൈലാണ്, മനസ്സിലായി. ഇതിനകത്ത് ഇപ്പം ഈ ടീസറിനകത്ത് ഇപ്പം ബേസിക്കലി ആ നമുക്ക് കിട്ടുന്നുള്ളൂ. പടത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ ടോൺ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്തോ ഒരു ഗെയിമിംഗ് എലമെന്റ്. പക്ഷെ അതാണ് അതെന്താ അവരെങ്ങനെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. മൈൻഡ് ഗെയിം ആയിരിക്കാനാണ് ചാൻസ്. മൈൻഡ് ഗെയിം അതിന്റെ എന്തെങ്കിലും എഐയോ അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ചുമ്മാ ഇട്ടിട്ടുണ്ട്. അതെ, മമ്മൂക്ക ഫസ്റ്റ് ടക്സിഡോ മോഡെന്ന് പറയുന്നില്ല, അത് പറയുന്നത് നമ്മുടെ ഇതുപോലെ അലക്സ പോലെ ഉള്ള പോലെ മറ്റേ സ്യൂട്ടൊക്കെ വരത്തില്ലേ? ഓ മൈ ഗാഡ്, അതിനകത്ത് മറ്റേ റഗ്ബി കളിക്കുന്ന സമയത്ത് അണ്ണം വരുമല്ലോ മറ്റേ റൈസസിനകത്ത്, ബാറ്റ്മാൻ റൈസസിനകത്ത്. അതുപോലെ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണിക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയം ആണ്. ഫുട്ബോൾ സ്റ്റേഡിയം കേരള ചേട്ടാ, അതും മറ്റേ ഇതല്ലേ
അല്ല അങ്ങനത്തെ അത് കോപ്പി അടിച്ചൊന്നല്ല, ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു വലിയ സ്കെയിലുള്ള എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ബാറ്റ്മാൻ പറഞ്ഞപ്പോൾ അവർ അതേ കയറി പിടിച്ചത്, ഇല്ലെങ്കിൽ ഇങ്ങനെ തോന്നലൊന്നും ഇല്ല. അല്ല സ്കെയിലുള്ള എന്തോ ഇവന്റ് ഇതിനകത്തുണ്ടെന്നോ, ആക്ഷൻ സീനോ അല്ലെങ്കിൽ ഒരു ചേസ് സീനോ ഇങ്ങനെ. ആ ഷോട്ട് നല്ല സാധനമായിരുന്നു. ആ ഏരിയൽ ഷോട്ട് ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിന്റെ ISL നടക്കുന്ന സമയത്ത്, ISL നടക്കുന്നതിന്റെ സമയത്തൊക്കെ അതൊരു നല്ല ട്രെയിലർ വരാതെ മൊത്തത്തിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പ്രശാന്ത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കാണിച്ച 3 ഷോട്ടുകളിൽ ആ ഏരിയ ഒക്കെ കുറച്ച് പ്രൊഡക്ഷൻ ഭയങ്കര ഹെവിയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട് പടത്തിൽ അത് തോന്നുന്നു. പിന്നെ ഒരുപാട് ബഹളമുള്ള കട്ട് കാണാതിരിക്കുന്നത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രസമാണ്. അതെ അതെ, ഇത് ഈ ഷോട്ടുകളൊക്കെ കാണാൻ പറ്റും, കുറച്ച് കാമാണ്, ഈ ഷോട്ടുകളൊക്കെ കാണാൻ പറ്റണം. ഇത് മറ്റേ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗൗതം വാസുദേവനാണെങ്കിൽ മലയാളത്തിൽ ഇപ്പൊ സ്റ്റഡി അടിച്ചോണ്ടിരിക്കുക പുള്ളിക്കാരൻ ഉള്ള പടത്തിലേക്ക് വരുന്നതുകൊണ്ട് പുള്ളി ഇപ്പൊ ചെയ്തോട്ടെ. ഭാഷയിലുള്ള ആ സാധനം അല്ല ആക്ച്വലി പുള്ളി മലയാളിയാണല്ലോ, അതൊരു ഇത്തനാൾ തമിഴ്നാട് ജീവിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഒരു തമിഴ് ടച്ച് വരും. അല്ല അത് പുള്ളി മലയാളം സംസാരിക്കുന്ന കുറച്ചൊരു ഇത് തോന്നുന്നു നമുക്ക്, പക്ഷെ കുഴപ്പമില്ല, അത് രസമാണ്. റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പടം തിയേറ്ററിൽ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ട്രെയിലർ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രെയിലറിൻ്റെ റിയാക്ഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ പടം കാണാൻ തിയേറ്ററിൽ പോകും അല്ലേ.